ഇതാണോ അല്ലെങ്കിൽ ഇതാണോ? ഫേസ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന വൃത്തിയോട് മാറ്റുന്നത് മൊത്തം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈറ്റ് സോൺ. കുറെ നാളായിട്ട് കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്ളോഗ് എവിടെ. എല്ലാവരും പണിക്ക് കയറി, ആരും കാണാൻ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറെ നാള് ലേറ്റ് ആയി. പിന്നെ ഞാൻ നാട്ടിലൊക്കെ പോയി അതിന്റെ ഇടയിൽ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, തിരിച്ചു വരുമ്പോ ഒരു ഹെവി സാധനമായിട്ട് വരണ്ടേ, അതാണ് ഈ വ്ളോഗ്. ഈ മച്ചാൻ കാലൻ ഇന്ന് പോയിട്ട് ഒരു സർപ്രൈസ് ഇതാ ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങ് വന്ന്. നമ്മളെ കയ്യിൽ പിന്നെ വണ്ടി ഇല്ലോണ്ട് അതില്ല. പക്ഷെ നമ്മളെ പ്രസാദിന്റെ ഒരു ഓട്ടോറിക്ഷ മറിച്ച് വെച്ചൊരു സാധനം എടുത്തിട്ട് ഇപ്പൊ എല്ലാവർക്കും ലീവാണ്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് അൺഎംപ്ലോയിഡ് ആണ്. നിനക്കും ജോലിയില്ല, മച്ചാനും ജോലിയില്ല, എനിക്കും ജോലിയില്ല, ബേസായിട്ട് ജോലിയില്ല, റോബിയറിന് മാത്രമേ ഇപ്പൊ ജോലിയില്ല. നിങ്ങൾ ശരിക്കും ഈ വണ്ടി കണ്ടോ? നമുക്ക് നിർത്തി പോവാം. വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുതിയ വണ്ടിയാണിത്, ആരും തെറ്റിദ്ധരിക്കണ്ട. ആശാൻ നൈസായിട്ട് അങ്ങ് പൊക്കി തെറിക്കാം. അത് ശരിയാ. എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളിങ്ങനെ ഒരു റൈഡ് പോവാണ്. ഇതും വ്ളോഗിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ആ പറ ബൈക്കിന്റെ പേരും ഇയർ മോഡൽ. പുതിയ ബൈക്ക് മേടിച്ചോണ്ട് അതല്ലേ, കളർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. പക്ഷെ നിങ്ങക്ക് കളർ ബ്ലൈൻഡ് അല്ലേ? ഒന്നുമില്ല, നിങ്ങൾ നടുക്ക് പോയാൽ മതി. നടുക്കും നമ്മൾ ആദ്യം പോയി നിർത്തുവാണെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിർത്തുക. ഓക്കെ, ഫസ്റ്റ് പോകരുത്. അപ്പോൾ അതാ ഗൈസ്, ഈ വണ്ടി, പിന്നെ എൻ്റെ വണ്ടി MT-07 ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ നമ്മളെ ബേസ്ലാൻഡിന്റെ വണ്ടിയാണിത്. ബേസ്ലാൻഡിന്റെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ പ്രസിഡന്റ് ചിളോൺ എടുത്ത ഒരു വണ്ടി ചെയ്താ. പ്രസിഡന്റ് ഇത് എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ തങ്കനെയും കൂടി കൂട്ടാൻ വേണ്ടിട്ടാ. വരുന്നുണ്ട് ലുക്ക് എന്നൊക്കെ പറയാം. അപ്പൊ ഗൈസ്, നമ്മളെല്ലാരും കൂടി ഒരു ചെറിയൊരു റൈഡ് പോവാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ നമ്മളിങ്ങനെ റൈഡ് ചെയ്യും. മൂടാണെങ്കിൽ നമ്മൾ പിന്നെയും പോവും, മൂടല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരും. ഓക്കെ, പിന്നെ പോകുന്ന വഴിക്ക് ഗ്യാസ് സ്റ്റേഷനിലൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ സംസാരമൊക്കെ ആയി നമ്മളൊരു ഫൺ രീതിയിൽ പോകുന്നതായിരിക്കും. പിന്നെ ബൈക്ക് റൈഡ് ചെയ്യുന്ന ആരുടെ ഹെൽമെറ്റിലും ഗോപ്രോ വെക്കാനൊരു സെറ്റപ്പ് ഇല്ല. പിന്നെ ഈ ഗോപ്രോ വീണു പോകുന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് റിഷോൺ ആയിരിക്കും നമ്മൾ ഷോട്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഷോട്ട് അലമ്പാണെങ്കിൽ അവനെ പറഞ്ഞാൽ മതി. ഞാൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം താഴെ ലിങ്ക് കൊടുക്കാം, തെറി പറഞ്ഞോ നിങ്ങൾ കേട്ടാ, ഒന്നും നോക്കണ്ട. അപ്പോൾ ഗൈസ്, നമ്മളൊരു പഴയ പവർ തിരിച്ചിട്ടി നമ്മൾ ഇന്ന് പൊളിക്കും. ഹൈവേ അല്ലേ അവച്ചാനെ? ഒരു ചെറിയൊരു പ്രശ്നം, നമ്മളെ ബേസാറിന്റെ ബാറ്ററി ഡെഡാണ്. അപ്പൊ നമ്മൾ ആദ്യം അത് പോയി ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ചലിക്കുന്നു. ഫിക്സ് ചെയ്യുമ്പോ തന്നെ ഈ വ്ളോഗിന്റെ അവസാനമായിരിക്കും. ഓക്കെ, ആയാ മതിയായിരുന്നു. മെക്കാനിക്കൽ എന്തിനു പഠിച്ചാ സെറ്റാക്കിണ്ട് പയ്യൻ. വണ്ടി ഒക്കെ അല്ലേ നിർത്തി ഓക്കെ ആക്കി വിട്ടോ. ഞാനെന്റെ ഷോട്ട് ചെയ്താ വേണ്ടി വന്നേ. എന്താ വെച്ച് കുറച്ച് കാറ്റ് കുറവ്, പ്രശ്നങ്ങളാണല്ലോ അളിയാ. ഇവിടെ കാറ്റടിക്കുന്ന സംഭവം ഉണ്ട്, പൈസ കൊടുത്താൽ മതി. അടിക്കുക പോവാ. മച്ചാ ഇത് പഞ്ചറൊന്നുമല്ലല്ലോ, കുറച്ച് കുറഞ്ഞല്ലേ? ഓക്കെ, ഓണാന്നില്ലേ? സീനാണാ? നമ്മളിപ്പോ ഏതോ ഒരു സ്ഥലത്തുള്ളത്, സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. കുറച്ച് റൈഡ് ചെയ്തു. ഇപ്പൊ എല്ലാവരും ഒന്ന് ശാന്തന്മാരാകാൻ വേണ്ടിട്ട് കാറ്റടിച്ച് വെച്ചു, ഒന്ന് ചില്ല് ചെയ്യാണ്. ഓക്കെ, ശരിയാണ്. റിഷോൺ എന്റെ അച്ഛന്റെ ക്ലാസ് ടെററിസ്റ്റാ അങ്ങനെ പറയല്ലേ? ശരി, ഇപ്പൊ ട്രംപ് കുറച്ച് സീനായിട്ടുള്ളത്. ഇത് ടെററിസ്റ്റ് അല്ല, എന്റെ കൂട്ടുകാരനാണ്. ദിവസം അമ്പലത്തിലൊക്കെ അതെ, ലാസ്റ്റ് ഇപ്പൊ അമ്പലത്തിൽ പോയത് 2 കൊല്ലം പോയി. ഇപ്പൊ ചെറിയൊരു വെയിലും ചെറിയൊരു തണുപ്പും നല്ല രസമാണ് റൈഡ് ചെയ്യാൻ. അടിപൊളിയാണ് കേട്ടോ. വ്ളോഗ് തുടങ്ങിയിട്ട് ഇന്നേ വരെ നമ്മളിങ്ങനെ ഒരു റൈഡിന് പോയിട്ടില്ല, ബൈക്ക് റൈഡിന് ഇന്നേ വരെ പോയിട്ടില്ല. ഇതുപോലൊരു വ്ളോഗ് ഇതിനു മുന്നേ എടുത്തിട്ടില്ല. ഓക്കെ, ഇത് ആദ്യത്തെ സംഭവമാണ്. ഇതൊരു വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി. ചങ്ങായി പോയി ബൈക്ക് എടുത്താലോ എന്ന് എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ഉള്ളവരെന്നെ ആരും ഓടിക്കുന്നില്ല, വേണ്ട, പൈസ സേവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ആകുമ്പോൾ എടാ നീ വീട്ടിലില്ലേ, ഞാൻ ഇപ്പോൾ നിർത്തി കൊണ്ടുവന്ന സാധനം ഇത് പണ്ടാറടക്കം നോക്കിയേ. എൻ്റെ മോനെ നല്ല കളറാട്ടാ. നിങ്ങക്ക് കളർ കാണാൻ പറ്റൂലെങ്കിലും നൈസ് കളറാ. ബ്ലാക്ക് ആയിട്ട് കാണുന്നത് സംഭവം. ഏതാ ഇയർ ഇത്? അപ്പൊ ഇത് എന്റെ പേപ്പർ വർക്ക് ഇപ്പൊ ചെയ്ത് രാവിലെ നമ്മളൊരു എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ?
അല്ല 12 അല്ലേ 12 പിന്നെ രാവിലെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ബേസിലായിട്ടും കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നൈസാണ് ഇതുവരെ വൈബാണ് എവിടെ പോകണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല നമ്മളാരും പോകാത്തൊരു സ്ഥലമാണ് ബൈക്ക് റൈഡിൻ്റെ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു സ്ഥലമാണ് നമുക്ക് പോയി നോക്കാം എങ്ങനെ ഓക്കെ വൈബല്ലേ സ്റ്റോപ്പ് നമ്പർ 2 നമ്മളിങ്ങനെ ഏതോ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇങ്ങോട്ട് വന്ന റൈഡ് എങ്ങനെയായിരുന്നു കിടിലല്ലേ കിടില റോഡ് സീനിക് റോട്ടിൽ അടിച്ചിട്ട് കിട്ടിയ റോഡാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു ലൈറ്റ് തണുപ്പൊക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി കാലാവസ്ഥ ഓക്കെ പിന്നെ ഇതാ വണ്ടി ഇപ്പം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാൻ കുറച്ച് തരാം അതേപോലെ കുറച്ച് വ്ളോഗ് ചെയ്യാം ഇത് ഈ റിഷോ അല്ലേ വ്ളോഗിങ് കൊടുക്കരട്ടാ ഇല്ല ഞങ്ങൾക്കൂടെ ഗ്രൗണ്ട് പിടിക്കുന്നത് ഇത്രയും നേരമുള്ള വ്ളോഗ് റിഷോണ്ടായിരുന്നേ ക്ലിപ്പൊക്കെ റിഷോണ്ടാ എന്തുണ്ടെങ്കിൽ ഇവരെ റിഷോൺ ജീജൻ കേട്ടാ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുക്കാം തേറി പറഞ്ഞ് കൊന്നു കേട്ടാ നിങ്ങൾക്ക് നല്ലതല്ല കാണാൻ നല്ലതല്ലെങ്കിൽ ഇവരെ പറഞ്ഞാൽ മതി ഈ വണ്ടിന്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ചെയ്യാം കേട്ടാ ഹെവി റിവ്യൂ എന്നല്ല നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള മയത്തിൽ നമുക്ക് ചെയ്യാം ഓക്കെ റിവ്യൂ വേണമെങ്കിൽ പറയാം എപ്പോഴൊന്നും ബ്ലോഗിങ്ങിന് നടക്കൂല പടുക്കൊക്കെ കയറണം പക്ഷെ ഇടുമ്പോ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങൾ ഇടും ഓക്കെ സെറ്റ് ഫോട്ടോസ് എടുത്തു കഴിഞ്ഞു ഇനിയിപ്പം നമ്മള് മെല്ലെ ചലിക്കാണ് സുഹൃത്തുക്കളെ മെല്ലെ ചലിക്കാണ് ഓക്കെ നീയാ ഓടിക്കണേ അപ്പൊ ഓക്കേട്ടെ നീ പോയിട്ടോ ഞങ്ങൾക്കൂടെ റിഷോ അല്ലേ പാറ്റൊക്കെ മാറ്റി അതെയാ മര്യാദക്ക് വീഡിയോ പിടിക്കണം എടാ നീ എന്നെയാണ് വ്ളോഗ് എടുക്കാൻ പഠിപ്പിക്കുന്നത് ആശാനെ കമോൺ എല്ലാം ഓക്കെ അല്ലേ ബൈക്ക് ഓടിക്കാൻ പേടിയൊന്നുമില്ലല്ലോ ഇത് സൂക്ഷിച്ചു വെക്കണം എന്തത് ഫോണാ ഈ ഫോണോ എന്തത് ഇതിന്റെ താക്കോല് വേണ്ടേ തോക്കിന്റെ അല്ലട ഈ വണ്ടിടാ അത് വേണം താക്കോലെടാ താക്കോൽ തരൂ താക്കോല് തരാൻ പറഞ്ഞ ഇത് സൂക്ഷിച്ചോ ഓടിക്കാൻ അറിയില്ലടേ അറിയാടെ കുറച്ചിങ്ങനെ കുനിഞ്ഞിക്കണം അങ്ങനല്ല ആഴ്ന്നു നിൽക്കണം എന്നാലേ കാറ്റ് ഓടിക്കാൻ നമ്മളില്ലേ നമ്മളെങ്ങോട്ടാ പോകുന്നത് ഹോസ്റ്റലാന്ന് തോന്നുന്നു അതെയാ നമ്മൾ ഹോസ്റ്റലിലാന്ന് തോന്നുന്നു പോകുന്നത് ആർക്കും അറിയില്ല കൃത്യമായിട്ട് എനിക്കറിയില്ല റോബേട്ടയിലേ ഉള്ള ലൊക്കേഷൻ അങ്ങനെ പോവാണ് ഞാൻ അടുത്ത ആരോട് വീട്ടിലിപ്പോ വരാന്ന് പറഞ്ഞാൽ അറിയാലേ ഇത് നമ്മളിപ്പോഴ് ഫോറസ്റ്റിലൂടെ പോകുന്നേട്ടാ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ നാട്ടിലെ പോലെ ഹെവി കാടല്ല പക്ഷെ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത് നല്ല റോഡ് അധികം തിരക്കില്ല ട്രാഫിക് ഇല്ല സിറ്റി ഇല്ല നല്ല ക്ലൈമറ്റ് നല്ല വെതറ് നല്ല മൂഡ് ഏത് മൂഡ് പൊളി മൂഡ് പക്ഷേ നീ ബൈക്ക് എടുക്കാൻ വേഗം നൈസായിരിക്കും വെറുതെ രണ്ടാളെങ്കിൽ രണ്ടാള് വെറുതെ ഇങ്ങനെ പോകണം അടിപൊളിയായിരിക്കും അടുത്തൊരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളത് എല്ലാവരും നല്ല കിടിലൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബേസിലാട്ടാ പറഞ്ഞിട്ട് നോക്കോ എങ്ങനെയുണ്ട് റൈഡ് കിടിലല്ലേ വൈബ് മച്ചാനെ മച്ചാനെ കിട്ടില്ല സ്ഥലം കേട്ടാ സൂപ്പർ ഇപ്പോഴാണ് മനസ്സിലായത് അതാണ് പറയുന്നത് ഇടയ്ക്ക് ഇതേപോലെ ഇറങ്ങണം ഇതുപോലെ കുറേ ഉണ്ട് ChatGPT കുറേ തന്നായിരുന്നു അതിന് നീ ബൈക്ക് മേടിച്ചിട്ട് എത്ര വർഷം നീ ഇങ്ങനെ ഇറങ്ങി ഇല്ല അതാ പറഞ്ഞ ആരുമില്ലല്ലോ ഒറ്റക്ക് ഇറങ്ങാൻ പോറാ ബൈക്ക് എടുക്കും എന്റെ വീട്ടിൽ വരും 15 മിനിറ്റ് കൂടിയാണ് പിൻ പോയിന്റ് കാണിക്കുന്നത് അവിടെ എന്താണുള്ളത് ഒന്നും നമുക്കറിയില്ല അവിടെ പോയിട്ട് വല്ല ഫുഡ് അടി കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് അടിക്കാം ഇല്ലെങ്കിൽ കുറച്ചും കൂടി റൈഡ് ചെയ്ത് ഇങ്ങനെ ഇന്ന് വൈബായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ ഈ വണ്ടി ശരിക്കും നിങ്ങൾ കണ്ടോ നമ്മളിപ്പോൾ മാപ്പ് നോക്കി വന്നതാണ് ഏതോ ഒരു പട്ടിക്കാട്ടിലുള്ളത് ഇതാരോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടാ ഗൂഗിൾ മാപ്സ് നോക്കി വന്നതാണ് പക്ഷെ വരുന്ന റൂട്ട് വേറെ ലെവലാണ് ചേട്ടാ പൊളിക്ക് വിട്ടോ അല്ലെങ്കിൽ വെടികൊള്ളും ക്യാമറ കിടലൻ ഡ്രിഫ്റ്റ് അവിടെ ഞാൻ അധികം നിൽക്കാന്ന് വെച്ചാൽ വെടികൊള്ളും ചിലപ്പോ നന്നായി നമ്മൾ പിന്നെ ഒറ്റ ബുദ്ധിന്റെ ആൾക്കാരായതുകൊണ്ട് ഇവിടെ വരെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായി ബൈക്ക് റൈഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു റൈഡ് അടിപൊളിയാവും നല്ല എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അടിപൊളിയാവും
ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമ്മൾ ഇവിടുന്ന് നേരെ ഓസ്റ്റൻ പോവാണ്. ഇവിടുന്ന് ഇനി 2.5-3 മണിക്കൂർ ഉണ്ട് അങ്ങോട്ട് പോകാൻ. കൃത്യം ഒരു സൺസെറ്റിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തും. അവിടെ പോയിട്ട് നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൾക്കാർ നോക്കുന്നുണ്ട്, ചിലപ്പോൾ വെടി കൊള്ളും. നമുക്ക് പോവാം. അഡ്രസ് ഇട്ടില്ലേ? പോവാം വേഗം പോവാം, ഇല്ലെങ്കിൽ വിഷയഭാഗം കഴിച്ചപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോവാണ്. പോകുന്ന വഴിക്ക് റൈഡ് തന്നെ ആയിരിക്കും മെയിനായിട്ട്. നിർത്തുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളെ വ്ളോഗിൽ കാണിക്കാം. അതുപോലെ കുറച്ച് ഷോട്ടൊക്കെ എടുക്കാം, പൊളിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? സ്റ്റേ ട്യൂൺഡ് ഗൈസ്. കിഡിലൻ സ്പോട്ട്. നമ്മൾ ഓസ്റ്റൻ പോകുന്ന വഴിയാണ്. നമ്മൾ സാധാരണ ഹൈവേ പിടിച്ചിട്ടാണ് ഓസ്റ്റൻ പോവുക. ഇത് ഏതോ റോഡ് കേട്ടോ, ഏതോ നാട്ടിൽ ആദ്യം നമ്മൾ പോയതുകൊണ്ട് നമുക്ക് വേറെ റോഡ് കിട്ടി. ഇത് കേട്ടോ കിഡിലൻ, ഫുൾ ഫോറസ്റ്റ് ഏരിയ കേട്ടോ. വണ്ടികളൊക്കെ പറക്കുന്നുണ്ട്. നൈസ് കേട്ടാ. ഇനി നമ്മളെ എന്താ പറയാ ഫ്രീ ടൈമിലെ ഫൺ ഇതായിരിക്കും ബൈക്ക് റൈഡ്. കാരണം നമ്മൾ ഇന്നവരെ ഇത് ചെയ്തിട്ടില്ല ആരും. അപ്പോൾ നമ്മൾ കൂടുതലും ഫ്രീ ടൈമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഗൺ റേഞ്ചിൽ പോവും, ചിലപ്പം പലപ്പോഴും ഫിഷിങ്ങിനൊക്കെ പോവും, പിന്നെ വണ്ടി എടുത്ത് ഫുഡ് കഴിക്കാനൊക്കെ പോവും. ഇതിൻ്റെ ഒരു ഹരം കിട്ടുന്നത് ഇപ്പോൾ കേട്ടാ. ഓ പ്രതീക്ഷയായിരുന്നു ഇത്രയും നല്ല ലൊക്കേഷൻ. എവിടുന്നോ അഡ്രസ് ഇട്ട് ആരുടെ വീട്ടിൽ കൊണ്ട് ആദ്യമേ കയറ്റി. സത്യം ഈ കാലമാണ്ടിന്ന് വെടി മേടിച്ചു വന്നതിന് ഡ്രിഫ്റ്റ് കാണിച്ചേട്ടാ. പക്ഷെ അത് വ്ളോഗിന് വേണ്ടി ചെയ്താ. റിസ്ക്, നമ്മൾ ലൈഫ് റിസ്ക് ചെയ്തിട്ടാ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ജസ്റ്റ് ടീഷർട്ട് നന്നായി, അത് തന്നെ ഇന്നിട്ടിച്ച് വന്ന്. നൈസ് റോഡല്ലേ, ബൈക്ക് റൈഡിന് പറ്റിയ റോഡത്. ഹായ്, ഹോൺ അടിച്ചാണ്ടാ ബൈക്കേഴ്സിന് ഭയങ്കര റെസ്പെക്ട് കേട്ടാ. എല്ലാരും ഇങ്ങനെ ഹായ് 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 നൈസാ. അപ്പൊ നമുക്ക് ചലിക്കാല്ലേ ഇനി വീണ്ടും. ഇത്ര ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നമ്മളെ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ആയിക്കാനായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടായിട്ടുണ്ട്. മച്ചാ ഒരു കാര്യമുണ്ട്, ഈ റോഡ് ആയോണ്ടായിരിക്കും. ആ നല്ല റോഡിലൊന്നും ഓടിച്ചു നോക്ക്. ഇല്ല, അയ്യോ അങ്ങനൊന്നും പോയില്ല. പോയിട്ടോ പോയി നോക്ക്. അല്ല വീഡിയോ മറ്റേ പയ്യെ പോയാ മതി, കുഴപ്പമില്ലല്ലേ ഗായ്സ്. അപ്പോ ട്രാക്ഷൻ കൺട്രോൾ ശരിയായല്ലേ? എന്തൊക്കെയോ ശരിയായി, എങ്ങനെയൊക്കെയോ. വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പ്, ഉച്ചക്കൊന്നും കഴിച്ചില്ല. പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആ അതാ കേട്ടത്. ലൈറ്റായിട്ട് നമ്മള് പിന്നെ ടാക്കോയിങ് പരിപാടിയൊക്കെ അടിച്ചിട്ട് വീണ്ടും യാത്രയാവും കേട്ടാ. വിശപ്പായതുകൊണ്ട് ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി. സംഭവം ഞാൻ ടാക്കോ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നു. ഇവിടെ ടാക്കോ ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ പ്രോട്ടീൻ ബാർ, പെപ്സി, ജങ്ക് ചീറ്റോസ് ബ്രോ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കനൊക്കെ കിട്ടിയായിരുന്നു അവിടെ. അത് വാങ്ങി കഴിച്ചു. ഇപ്പം സമയം 4:30. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ്, എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഇവിടെ നിർത്തി ഇപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി 2 മണിക്കൂറും കൂടി ഉണ്ട് ഹോസ്റ്റലിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ ചലിക്കുന്നു. അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാവും മിക്കവാറും, ഇങ്ങനെ നിർത്തി പോവുകയാണെങ്കിൽ. നമ്മൾ ഓസ്റ്റൻ പോകുന്ന വഴിക്ക് ടൈം കൂടി വരുന്നതായിട്ട് നമ്മളൊന്ന് നിർത്തി നോക്കി. ഫുൾ ട്രാഫിക് ആട്ടോ. ഇനി അങ്ങോട്ട് ഹെവി ട്രാഫിക്കാണ്. നമ്മൾ 7:30 അവിടെ എത്തും. ഭയങ്കര ഇരുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് സ്ഥലങ്ങൾ കാണിക്കാണ്. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ ഫുൾ അലമ്പായിരിക്കും, നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതൊരു പഴയ ഒരു ടൗൺ ആട്ടോ. എന്ത് പണ്ടെന്നൊക്കെ അറിയില്ല. ഒരു പഴയ ടൗൺ, ഒരു രസമുണ്ട് കാണാൻ. ഓൾഡ് വിൻറ്റേജ് ആണ്. മോനെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു സാധനമാണ്. അത് അടിപൊളിയായി. എന്താ മൈൻഡ് പറ. ഓസ്റ്റൻ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. മീൻസ് രാത്രി ആയിരിക്കും. ഗൈസ് പ്രസിഡന്റ് അടുത്ത കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. പെട്ടു ലോക്കായി. പ്രസിഡന്റിന്റെ കല്യാണമാണ് ഈ വരുന്ന ഞായറാഴ്ച.
അല്ലേ? പിന്നെ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ചിലപ്പം വ്ളോഗ് വരും. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ പുള്ളിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പുള്ളി ഹാപ്പിയാണ് അല്ലേ? ഹെൽപ്പ് സെൻഡ് ഹെൽപ്പ്. അയ്യോ എനിത്തിങ് ഹെൽപ്സ് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. പക്ഷേ പിന്നെ വേറൊരു കാശ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വൈബ് സോൺ സ്റ്റോർ നമ്മൾ ഓൾഡ് മണി പാൻറ്റും ഷർട്ടും ലിനൻ ഷർട്ടും പാൻറ്റും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഞാൻ നാട്ടിൽ പോയി മാനുഫാക്ചറിനെ കണ്ട് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ സാമ്പിൾ അടുപ്പിച്ച് ഞാൻ അത്രയും ഉറപ്പ് വരുത്തിയിട്ട് ഇറക്കുന്ന സാധനമാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ വ്ളോഗ് ഇറങ്ങി മേ ബി ഒരു 2 വീക്സിനുള്ളിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ www.thevibezone.com ഓക്കെ, അത് വെയിറ്റ് ചെയ്യുക. ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്മൾ കണ്ടോ പ്രീമിയം സാധനമായിട്ട് ഇറക്കാം കേട്ടോ. നല്ല പ്രീമിയം ബോക്സും കാര്യങ്ങളൊക്കെ. COD ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പൊളിക്കാം. ഓക്കെ, ഇവരെന്തൊക്കെയോ അഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അവർ നോക്കി തീരുമാനിക്കട്ടെ അല്ലേ? നമുക്ക് വിട്ടിരിക്കാം. കോളേജ് സെഷൻ പോയാലോ? താങ്ക് യു. ആരാത്? പ്രസിഡൻഷ്യൽ ജോർജ് ലൈബ്രറിയിൽ പോയാലോ? ഇതെന്താ വേണ്ടാരോ ലൈബ്രറിയാ? വീട്ടിൽ നിന്ന് ബുക്ക് വായിക്കണല്ലോ പിന്നെയാണ് വായിക്കണ്ട. ബാലരമേ ഓ ഏ അതെയാ? നൈസ്. മച്ചാ അഡ്രസ് കിട്ടിയാ? ഇല്ലേ? വെരി ഗുഡ്. ഒരു കോമഡി ആക്കടാ ഈ ആശാൻ. അതായത് നമ്മൾ ഹോസ്റ്റൽ പോവാ അങ്ങനെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷേ ഹോസ്റ്റലിൽ എത്തുമ്പോഴേക്കും നമ്മൾ നല്ല ഇരുട്ടാവും. അതുകൊണ്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്നൊക്കെ പോയി നോക്കുമ്പോൾ ഈ ചെങ്ങായി പറഞ്ഞു ഇവിടെ അടുത്തൊരു വൈനറി ഉണ്ട്, അടിപൊളിയാ, ഭയങ്കര സെറ്റപ്പാ, അടിപൊളിയാ, കാണാനൊക്കെ ഉണ്ട്, അവിടെ പോയി നമുക്ക് വ്ളോഗൊക്കെ വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് വൈനറിയിൽ കൊണ്ടുവന്ന് ഏതാടാ തരിശുഭൂമി. അവിടെ മുന്തിരിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല അവര്. ആ മുന്തിരി സംഭവം വൈനറിയാണ്. ഫുള്ള് മുന്തിരിയും പറിച്ച് അവര് പോയി. മീൻസ് ഈ സീസണല്ല ബ്രോ. ഞാൻ ഇവിടെ എത്തിയിട്ട് നോക്കി. ഓക്കെ, വലിയ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, ഓപ്പൺ ആണെന്നൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് ബോർഡൊക്കെ ഉണ്ട്. ഓക്കെ നൈസ്, വൈനറി ഉണ്ട്. ഇവിടെ എത്തി. മുന്തിരിയും ഇല്ല, ഒരു സ്ട്രോബെറിയും ഇല്ല, ഒരു മറ്റേതും ഇല്ല. പക്ഷെ ഇതാ മുന്തിരിന്റെ ആണ്. ഇനി ഇതൊക്കെ വളർന്ന് പന്തലിൽ കൂടെ ഓടി അതിൽ മുന്തിരി പിടിക്കണം. അപ്പോഴേക്കും അടുത്ത വർഷമാവും. ആശാൻ വന്നിട്ടുണ്ട് എൻ്റെ പിന്നെ. പക്ഷെ മുന്തിരി മാത്രം കണ്ടില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു റോക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യട്ടാ ബ്രോ. പറഞ്ഞു പോയി ഒന്നും മിണ്ടാൻ പറ്റില്ല. ഇത് മിണ്ടിയ ട്രോളാ. നേരത്തെ പറഞ്ഞു 8 മണി വരെ ഓപ്പണാ. എനിക്കറിയാം, അടിപൊളിയാ. ഓപ്പണാണ് പക്ഷെ മുന്തിരിയില്ല. പക്ഷെ കുഴപ്പമില്ല. നൈസ്. ഓ ഓ ഓ ഓ ഓ ഓ റേബൻ പൊട്ടിച്ചു. ഓക്കേ ബ്രോ, റേബൻ പൊട്ടിച്ചു. അല്ല ഋഷോൻ ഇവിടെ പോയാ? വൈനറി കാണാണ്ട് വിഷമിച്ചു പോയാ? വൈനുണ്ടാക്കുമ്പോ സൗണ്ട് ആക്കി കൂടെ? ഋഷോന് വീട്ടിൽ നിന്ന് ചൂടാവുന്നുണ്ട് തോന്നുന്നു. ഋഷോന്റെ മൂടൊക്കെ മാറി. പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിയുന്നതിന് മുന്നേ ഓടിച്ചോട്ടേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. എനിക്ക് വിഷമില്ല, എനിക്കൊരു ജോബ് ഇന്റർവ്യൂ വന്നു. ഓ ഏ ഋഷോന് വേണ്ടി പ്രാർത്ഥിക്കാം. കിട്ടൂടാ. ഞാൻ നിന്നെ പോലെ കരുതാക്കി വെച്ച് പറയാറില്ല. ഞാൻ മൊത്തത്തിൽ കരുതിയാണെങ്കിലും പ്രാർത്ഥിക്കാം. ആയുഷ്മാൻ ഭവ. ഗൈസ്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ മറ്റേ കോൺപാടമുണ്ട്, നെൽപ്പാടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അതുകൊണ്ട് അപ്പൊ പ്രസാദിന്റെ കല്യാണം അടുത്ത ആഴ്ച പ്രാർത്ഥിക്കാം. മിക്കവാറും ഇത് ശ്രീഹരിന്റെ കഴിവ് പോലെ ഉണ്ടാവും. ശ്രീഹരി പെട്ടെന്ന് എഡിറ്റ് ചെയ്താൽ കല്യാണത്തിന് മുന്നേ ഇറക്കും, ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇറക്കും. ഇങ്ങനെ വല്ലപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ വ്ളോഗ് എടുക്കാം. വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല, ആഴ്ചക്ക് ഇടാമെന്നൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. നല്ല സമയം പോലെ നല്ല നല്ല സാധനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. പീസ്. ഉണ്ട് എന്റെ ചാർജിങ് കേബിൾ ഉണ്ട്. ബ്ലാക്കിൽ നിന്ന് തുടങ്ങി, കൈ കൊണ്ട് കവർ ചെയ്ത് തുടങ്ങി.
ചെയ്ത് കുറെ സമയല്ലോ മോനെ ബേസിലേ എന്ത് പറ്റി അവിടുന്ന് സ്റ്റാർട്ടായില്ല നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഓടിച്ചെന്നൊരു ട്രബിൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് വ്ളോഗിലെ ബ്ലൂപ്പർ ഇടാം വേഗം തള്ളു ഓ ആയിരുന്നു സംസാരിക്കുമ്പോഴേ നമ്മളെ വിഷയമാണ് കേട്ടാ എന്നിട്ട് അവിടെ പോയി വ്ളോഗിൽ അറിയില്ല ശ്രീ ഞാൻ ഒരു കാര്യം പറയട്ടെ മരി ഇയാളെ കൊണ്ട്